അപ്പോൾ ഇത് കണ്ട നല്ല പേരയ്ക്ക നമ്മൾ മുളകിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരാരൊക്കെ ഉണ്ട്? അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. വരുന്ന ഉടനെ തന്നെ കുറച്ച് പണികളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുവേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഇതുപോലെ കുറച്ച് കിറ്റ് ഉണ്ടാവും. ആ കിറ്റിനകത്ത് സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നതാണ് ആദ്യത്തെ ജോലി. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതെല്ലാം ക്ലീൻ ചെയ്യുക. കവറൊക്കെ സെക്യൂറായിട്ട് എടുത്ത് മാറ്റി വെക്കുക. നമുക്ക് നാളെ ആവശ്യം വരും. ഇഷ്ടംപോലെ കവറ് നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാലും അതൊക്കെ കളയേണ്ടതെല്ലാം കളഞ്ഞ് എടുത്ത് വെക്കേണ്ടതെല്ലാം എടുത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ലാസ്റ്റ് ഇതായി പയർ മാത്രമേ ഉണ്ടായിരുന്നു, വള്ളിപ്പയർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ വള്ളിപ്പയർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ചതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ആ ചൂട് സമയത്ത് ഭയങ്കരമായിട്ട് വിയർക്കും നമ്മളെ. നല്ലോണം വിയർത്ത് സെറ്റാകുമ്പോഴത്തേനും നമുക്ക് പോയി ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുമ്പോഴേ തന്നെ ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ആ ഡ്രസ്സ് നമുക്ക് പിന്നെ ചീത്തയാകില്ലല്ലോ നമ്മൾ കുളി കഴിഞ്ഞിട്ട് വന്ന് പിന്നെ പണിയെടുക്കുമ്പോഴത്തേനും. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ആദ്യമേ തീർത്ത് വെക്കും. തീർത്ത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത പണിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ തീർത്തിട്ട് പിന്നെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു കാപ്പി ഇട്ടങ്ങ് കുടിക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പോയി ഫ്രഷായി വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടുത്ത പരിപാടി തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല പേരയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പേരയ്ക്ക വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ മുളകൊക്കെ ഇട്ട്, അതായത് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഈ പിങ്ക് കളറ് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കണ്ടപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ അത് ഞാനിങ്ങനെ മുളകിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ പൊടിയൊക്കെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ചുമ വരും കേട്ടോ. എന്നാൽ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുളക് പൊടി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചുമച്ച് ഭയങ്കര പ്രശ്നമായി കുറച്ച് നേരത്തേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇത് തൈറോയ്ഡ് സിംറ്റംസ് ആണെന്നാണ് എൻ്റെ ഒരു വെപ്പ്. അത് സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. കാരണം തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ, അതായത് ഡ്രൈ ആയിട്ട്. എനിക്ക് ബിസ്ക്കറ്റൊന്നും കഴിക്കത്തില്ല. ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇങ്ങനെ തൊണ്ടയിൽ പറ്റുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വരും. അതുപോലെ തന്നെ തൈര് കഴിക്കത്തില്ല. തൈര് കഴിക്കത്തില്ല എന്ന് വെച്ചാൽ ഞാൻ കഴിക്കും കേട്ടോ. ഈ വക സാധനങ്ങളൊന്നും മാറ്റി വെക്കത്തില്ല. കഴിക്കത്തില്ല എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഞാൻ മാറ്റി വെക്കത്തില്ല. അല്ലെങ്കിൽ അത് കഴിക്കത്തില്ല ഇത് കഴിക്കത്തില്ല അങ്ങനെയൊന്നും മാറ്റി വെക്കത്തില്ല. എല്ലാ സാധനങ്ങളും കഴിക്കും. ഞാൻ കഴിക്കാത്ത ആഹാരം എന്ന് പറയുന്നത് ആകെ പോർക്കാണ്. പോർക്ക് ഞാൻ കഴിക്കാറില്ല. എനിക്കത് ഒട്ടും പറ്റത്തില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആ ഒരു ഭക്ഷണം മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ തന്നെ ഫുഡും ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ഐറ്റംസ് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ തൊണ്ടയിൽ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ നേരത്തേക്ക് ഭയങ്കര ചുമയായിരിക്കും. പിന്നെ അതുപോലെ തണുത്തത് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കഫം തൊണ്ടയിൽ തിങ്ങി വരും. അതെന്നാൽ പുറത്തേക്ക് മൂക്കൊലിച്ച് പോവുക അല്ലെങ്കിൽ ചുമച്ച് തുപ്പി പോവുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ തണുത്തതൊക്കെ പരമാവധി ഒഴിവാക്കും ഞാൻ കഴിക്കുന്നത് കേട്ടോ. പക്ഷേ എന്ന് വെച്ച് തീരെ കഴിക്കൂല എന്നല്ല, കഴിക്കും. എല്ലാ ഫുഡും ഒന്നും ഞാൻ അങ്ങനെ ഒഴിവാക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ ഞാൻ ഒഴിവാക്കുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് പോർക്കിറച്ചി. ആ ഒരു കാര്യം മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.